മൈ ഗൈസ്, ഇത് ശരിക്കുണ്ടായ ഒരു സംഭവമാണ്. ഇപ്പൊ ഞങ്ങളെ മുമ്പിൽ അഭിനയിച്ചാണ്. ഇത് ഞാൻ കണ്ടൊരു സ്വപ്നമാണ്. കാത്തിരിപ്പിനോട് എനിക്കൊരു പെണ്ണ് സെറ്റായി. പിന്നെ എന്റെ പേരിന്ന് പെണ്ണിട്ടാൻ നിർബന്ധിച്ചു. പക്ഷെ പെണ്ണിട്ടാൻ നേരത്തിന്റെ കജ്ജിൽ 5ന്റെ കയ്യിൽ. അതിനെ പറ്റി ആലോചിച്ച് ഞാൻ രാവിലെ കുറെ ഡിപ്രഷൻ. അങ്ങനെ പൈസ സേവ് ചെയ്യാൻ വേണ്ടിട്ട് ഓൺലൈനിൽ ഒരു ഉണ്ടിക വാങ്ങാൻ നോക്കിയത്. അത് വരാനാണെങ്കിലോ 4-5 ദിവസം കുടിച്ച് ഇച്ചാണെങ്കിൽ തീരെ ശമല്ലേ. എന്തായാലും ചെയ്യാൻ തോന്നി അപ്പണ് ചെയ്യണം. ഒന്നും നോക്കിയില്ല, അട്ടത്തിന്റെ മുകളത്തെ പെട്ടിയാണ് എടുത്ത്. അതെടുത്ത് കണ്ട് ഹോം മെയ്ഡ് ഉണ്ടിക ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഉണ്ടികൊക്കെ റെഡി ആയി. കുഞ്ഞിന് നമ്മളെ ഉണ്ടികക്ക് വേണ്ടത് തുളയാണ്. തുള മസ്റ്റ്. അങ്ങനെ നമ്മൾ ഉണ്ടികൊക്കെ ഒരു പേര് ഇട്ടു, കല്യാണപ്പെട്ടി. ആണെങ്കിൽ പൈസ ഒക്കെ സേവ് ചെയ്തോളി. പെണ്ണിട്ടാൻ നേരത്തെ മോൾക്ക് നോക്കിക്കണ്ടേ. ഇനി ഇത് ഇടാൻ കായ് വേണ്ടേ, എടുക്കാൻ വേണ്ടി നമ്മൾ നേരെ വിട്ടു ATM പോയി കണ്ട് കുറച്ച് കായാണ് എടുത്തു. ഫസ്റ്റ് ടൈസ് ആയതുകൊണ്ട് ഒരു 25,000 റുപ്യ ഇട്ടു. ഇനി ഡെയിലി 1000 റുപ്യ വെച്ചിട്ട് ഇട്ടു. അപ്പൊ എനിക്ക് കുറെ കഴിച്ചപ്പോ പെണ്ണിട്ടാൻ പൈസ. വൈകുന്നേരം ഇപ്പൊ നോമ്പറൊക്കെ എണ്ണക്കടി വാങ്ങാൻ പുറത്ത് ഇറങ്ങി. അപ്പോഴാണ് ഇബലും ഉണ്ട് പറഞ്ഞത്. അപ്പൊ 2 കുരിപ്പലി വണ്ടിക്ക് എടുത്തിട്ടാണ് കൊടുക്കും. പിന്നെ എന്റെ ഒപ്പം കൂടില്ല. എന്റെ പെരക്കാർക്ക് പേടിയാണ്. എന്റെ പേരിൽ എനിക്ക് അത്രക്ക് വില ഉണ്ട്. നമ്മൾ മുതിർച്ചിൽ അക്കീമാക്കാന്റെ പീടിയെ പോയിട്ട് കുറച്ച് എണ്ണക്കടിയാണ് വാങ്ങി. ബേക്കറിക്ക് നാട്ടിനാട്ടിട്ട് ഒന്നും തോന്നണ്ട. അതിന്റെ കാക്കുന് പറ്റിയൊരു കയ്യബത്ത. അങ്ങനെ അളിയ വന്നു. നമ്മളങ്ങനെ നോമ്പർ പിന്നെ തൊള്ള പൂട്ടാൻ വേണ്ടിട്ട് ഓരോ ഓറഞ്ചോന്റെ തൊള്ളേക്കാണ് തിരികെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളെ കാക്കാന്റെ പീടിയെ പോയിട്ട് ഓരോ മോരിസോടാണ് വരുന്ന വൈക്ക് സൗന്ദര്യത്തിന് വേണ്ടിട്ട് കുറച്ച് ഇളന്നി. 9 മണിയായപ്പോ എന്റെ പേര് ഓന്റെ പെണ്ണുങ്ങൾ വിളിച്ചു. എനിക്ക് 9 മണിക്ക് പേരെ കയറണല്ലേ കൂമിനിട്ടു. ബാക്കി നാളെ